ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാഹ്, എനിക്ക് സുഖമാണ്, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഇന്ന് വന്നൊരു അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 99 ഇസ്മുകളുണ്ടല്ലോ, അതിൽ ഒരു ഇസ്മാട്ടോ. ഈ ഇസ്മ നിങ്ങൾ പതിവാക്കിയാണ്ടല്ലോ, പിന്നെ ഒരുപാട് രീതിയിൽ നമുക്ക് ഈ ഒരു ഇസ്മിനെ ചെല്ലാട്ടോ. ഒരുപാട് രീതി ഒരുപാട് എണ്ണത്തിൽ 100 ചെല്ലാം, അതേപോലെ 490 ചെല്ലാം. ഇതിപ്പോൾ ഞാൻ പറയുന്നത് എന്താ പറയുക, കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ, പിന്നെ വീട്ടിൻ്റെ ഉള്ളിലെ അന്തരീക്ഷം സ്നേഹത്തിലും സമാധാനത്തിലും സൗഹാർദ്ദത്തിലും, അതേപോലെ പിന്നെ വീട്ടിലുള്ളിലൊരു സമാധാനം ഉണ്ടാവില്ല. ഭാര്യയും ഭർത്താവാണെങ്കിലും ഭാര്യ ഒരു മൂലക്ക് ഭർത്താവ് ഒരു സൈഡിൽ, അങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ജീവിതമുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അൽഹംദുലില്ലാഹ്, ഈ ഒരു ദിക്ർ, ഈ ഒരു ഇസ്മില്ല, അള്ളാഹുവിൻ്റെ അസ്മാനസ്പ്പെട്ട ഈ ഒരു ദിക്ർ ചിലതിൻ്റെ അർത്ഥം തന്നെ സ്നേഹാനിധി എന്നാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മളാ ഒരു നിയത്ത് വെച്ചിട്ട് ഈ ഒരു ഇസ്മ നമ്മളില്ലേ 1000 തവണ പതിവാക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ് ഉറപ്പായിട്ടില്ലേ നമ്മുടെ ജീവിതത്തിൽ ആര് സ്നേഹമാണോ അത് ഹലാലായിരിക്കണം കേട്ടോ. ഹൈറായ ഉദ്ദേശമായിരിക്കണം, ഹലാലായ ഉദ്ദേശമായിരിക്കണം. ഹറാമായ ഒന്നും നമ്മളെന്താ പറയുക, നല്ല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കരുത്, അതിൻ്റെ തിരിച്ചടി കിട്ടും കേട്ടോ. അപ്പം ഇതാണ് ആ ഇസ്മ. കുടുംബജീവിതത്തിൽ സ്നേഹം വർദ്ധിക്കാൻ ഈ ഒരു ഇസ്മില്ലേ, യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ, ഈ ഒരു ഇസ്മ നിങ്ങളില്ലേ 1000 തവണ പതിവാക്കുകയാണെങ്കിൽ പിന്നെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ ആർക്ക് ഇപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്ക് കിട്ടുന്നില്ലെങ്കിലും, ഭാര്യയുടെ സ്നേഹം ഭർത്താവിന് കിട്ടുന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഭർത്താക്കന്മാരെ കുറ്റം പറയരുത്. ഭാര്യമാരുടെ കയ്യിലും എന്താ പറയുക ചില പ്രശ്നങ്ങളുണ്ടാവും. ഒരു കുടുംബത്തിൽ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ രണ്ട് പേരിൽ ഒരാൾ ഒതുങ്ങി നിൽക്കുക എന്നല്ല, നമ്മൾ എന്താ പറയുക ആവശ്യമില്ലാത്ത കാര്യത്തിൽ നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നും നമ്മൾ പോവാതെ തന്നെ കുറേ പ്രശ്നങ്ങളില്ലാതാവും. പിന്നെ നമ്മൾ ഭൂമിയോളം ക്ഷമിച്ചിട്ട് നമുക്ക് എന്താ പറയുക, നമ്മളൊക്കെ ഒരു പരിഗണന ഇല്ലാതെ, നമുക്ക് സ്നേഹമില്ലാതെ നമ്മൾ വെറും ഒരു വസ്തുവിനെ പോലെ അങ്ങനെ ജീവിക്കുക ആണെങ്കിൽ പിന്നെ അതിന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളെന്താ ചെയ്യുക അറിയാം, ഈ ഒരു ഇസ്മ യാ വദൂദ് യാ അല്ലാ എന്ന ഇസ്മില്ലേ 1000 തവണ നമ്മൾ ഓതുക. ഒറ്റ ഇരിപ്പ് തന്നെ ഇരുന്നാൽ ഒരു 10-20 ഏറി വന്ന് അരമണിക്കൂർ മതി. സംസാരത്തിന് ഏർപ്പെടാതെ നിയത്ത് ചെയ്തിട്ട് നിസ്കാരത്തിന് ശേഷം, ഏതെങ്കിലും നിസ്കാരത്തിന് ശേഷം, നിങ്ങൾക്ക് ഏത് നിസ്കാരത്തിന് ശേഷമാണ് സൗകര്യമുള്ളതെന്ന് വെച്ചാൽ ഇടയിൽ സംസാരിക്കൊന്നും ചെയ്യാതെ ഈ ഒരു 1000 തവണ നിങ്ങൾ ചെല്ലുകയാണെന്നുണ്ടല്ലോ, ഉറപ്പായിട്ടും ആര് തമ്മിലുള്ള പിണക്കാണോ വേണ്ടത്, ആരോടാണോ സ്നേഹം, ആര് സ്നേഹമാണോ നമുക്ക് കിട്ടേണ്ടത്, ആരുമായിട്ടാണോ നമുക്ക് എന്താ പറയുക സ്നേഹത്തിൽ ജീവിക്കേണ്ടത്, അപ്പം നമ്മൾ ആരെയാണോ ഉദ്ദേശിക്കുന്നത് അവരെ ആ ഒരു ആഗ്രഹം നമുക്ക് സാധിപ്പിച്ച് കിട്ടുന്ന ഉറപ്പാണ്. എന്താ വെച്ചാൽ എനിക്ക് അനുഭവമുണ്ട് പറയാം കേട്ടോ. ഈ ഒരു ഇസ്മ നമ്മളില്ല എല്ലാ നിസ്കാരത്തിന് ശേഷവും ചുരുങ്ങിയത് ഒരു 33 കൂടും ചെല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇല്ലേ സന്തോഷം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, സ്നേഹം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സന്തോഷം. നമ്മൾ ഒരാൾ പരിഗണിക്കുമ്പോൾ നമുക്കൊരാളെ സ്നേഹം കൂടുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൂടുമല്ലേ. പിന്നെ എന്നും സ്നേഹം, പിന്നെ 2 ദിവസം സ്നേഹമില്ലാതെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീണ്ടും എന്താ പറയുക ബുദ്ധിമുട്ടും പ്രയാസമായിരിക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക അറിയാം, ഈ ഒരു ഇസ്മ എല്ലാ നിസ്കാരത്തിന് 33 തവണ ചെല്ലുക, അല്ലെങ്കിൽ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ ചെല്ലാൻ ശ്രമിക്കുക. ഈ ഒരു കണക്കനുസരിച്ച് വെച്ചിട്ട് നമ്മൾ ചെല്ലട്ടോ. ഈ ഒരു 1000 തവണ ചെല്ലുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാതെ മറ്റുള്ള കാര്യങ്ങളേക്ക് ശ്രദ്ധിക്കാതെ ഇത് പൂർത്തിയാവുന്ന ഇതിലേക്കുള്ള കാര്യം തന്നെ ശ്രദ്ധിച്ച് ഓതിയോക. അൽഹംദുലില്ലാഹ് ഉറപ്പായിട്ടും നമുക്കില്ലേ അതിൻ്റെ പ്രതിഫലം റബ്ബ് കാണിച്ചു തരും. അപ്പം നിങ്ങൾ ചെയ്തു നോക്കട്ടോ. മക്കളെ സ്നേഹമാണെങ്കിലും ഭർത്താവിൻ്റെ സ്നേഹമാണെങ്കിലും, ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യ ഉണ്ടായാലും, മക്കൾ തമ്മിലാണെങ്കിലും, കുടുംബജീവിതത്തിലാണെങ്കിലും എല്ലാം നമുക്ക് റാഹത്തായി കിട്ടും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, അതേപോലെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ടോ. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.